ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ സ്പൈഡർ വെബ് റോസ് സ്റ്റിച്ച് ഉപയോഗിച്ച് എങ്ങനെ ഒരു ഫ്ലോറൽ ഡിസൈൻ ഉണ്ടാക്കാമെന്നാണ് നോക്കുന്നത്. ഈ ഡിസൈൻ ഹൂപ്പാർട്ടിലും അതുപോലെ തന്നെ ഡ്രസ്സിലൊക്കെ ഡിസൈൻ ചെയ്യുന്നതിനും അങ്ങനെ പല കാര്യങ്ങൾക്കും ഈ ഡിസൈൻ ഉപയോഗിക്കാം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഡിസൈൻ ചെയ്യാനുള്ള മെറ്റീരിയൽസ് ഞാൻ ഓൾറെഡി ഫ്രെയിമിൽ തുണി അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സർക്കിൾ വരുന്ന അതുപോലെയുള്ള സ്കെയിൽ വേണം. പിന്നെ ഒരു ഹീറ്റ് ഇറേസബിൾ പെൻ എടുത്തിട്ടുണ്ട് ചിത്രം വരയ്ക്കാനായിട്ട്. പിന്നെ വേണ്ടത് എംബ്രോയ്ഡറി ത്രെഡാണ്. ഞാൻ ചൂസ് ചെയ്യുന്ന കളറ് റോസും വയലറ്റുമാണ്. പിന്നെ ലീവ്സിന് വേണ്ടിയിട്ട് 2 ടൈപ്പ് ഗ്രീൻ കളറാണ് എടുക്കുന്നത്. പിന്നെ വേണ്ടത് ഒരു സൂചിയും പിന്നെ ഒരു കത്രികയും. ആദ്യം തന്നെ ഫ്രെയിമിൽ അറ്റാച്ച് ചെയ്ത തുണിയിലേക്ക് ഈ സ്കെയിൽ വെച്ചിട്ട്, ഈ സ്കെയിലിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ആ സ്കെയിൽ വെച്ചിട്ട് ഏത് വലിപ്പത്തിലുള്ള വൃത്തമാണോ വേണ്ടത് ആ ഒരു ലെവലിൽ വരച്ചെടുക്കുക. അങ്ങനെ 3 എണ്ണമായിട്ടാണ് വരയ്ക്കുന്നത്, 3 ഫ്ലവറിന് വേണ്ടി. ഈ സർക്കിൾ വരച്ചതിന് ശേഷം പിന്നെ ലീവ്സാണ് വരയ്ക്കുന്നത്. അതൊക്കെ ഫ്രീ ഹാൻഡായിട്ടാണ് വരയ്ക്കുന്നത്. അങ്ങനെ പിക്ചർ ഇവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ആരംഭിക്കാം. ആ സർക്കിളിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ഡോട്ട് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ സെൻറ്ററിലുള്ള ആ ഫ്ലവറാണ് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് പർപ്പിൾ കളറുള്ള ത്രെഡാണ് എടുത്തിരിക്കുന്നത്. അത് നേരത്തെ ഒരു ഡോട്ട് ഇട്ട് കൊടുത്തില്ലേ, അതിൻ്റെ ഉള്ളിലൂടെ കുത്തിയെടുത്തതിന് ശേഷം സർക്കിളിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് കുത്തിയിറക്കുക. അതിനുശേഷം സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ വീണ്ടും സൂചി കുത്തിയിടിക്കുന്നു. ഇത് കുറച്ച് സ്പേസ് വിട്ടതിന് ശേഷം സർക്കിളിൻ്റെ വേറൊരു സൈഡിലേക്ക് ഇങ്ങനെ സൂചി കുത്തിയിറക്കുന്നു. അങ്ങനെ ആ സർക്കിളിൽ 5 തവണയായിട്ട് ചെയ്യുക. ഒരു കൃത്യമായ ഒരു സ്പേസ് വിട്ടതിന് ശേഷം വേണം ചെയ്യാൻ. ഇങ്ങനെ ഈവൻ നമ്പറിലാണ് ഈ ഒരു വീല് ചെയ്തെടുക്കേണ്ടത്. ഒന്നെങ്കിൽ 3, 5, 7 ഓരോ സർക്കിളിൻ്റെയും വലിപ്പത്തിനനുസരിച്ച് വേണം നമുക്ക് വീല് ചെയ്ത് കൊടുക്കാൻ. ഞാനിപ്പോൾ ഇവിടെ 5 വീലാണ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ വീല് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആ സെൻറ്റർ പോർഷനിൽ ആ സെൻറ്ററിനോട് ചേർന്ന് സൂചി കുത്തിയെടുക്കുക. എന്നിട്ട് ഒന്നിടവിട്ട് ഓരോ വീലിൻ്റെ ഉള്ളിലൂടെ ത്രെഡ് കൊണ്ട് പാസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സൂചി കുത്തിയിറക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ലാസ്റ്റ് എൻഡിനോട്ട് കൊടുക്കാൻ വേണ്ടി മാത്രം ചെയ്താൽ മതി. ത്രെഡ് ഇതുപോലെ ഈവനായി പാസ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ടൈറ്റ് ആക്കേണ്ട, കുറച്ച് ലൂസായിട്ടിരിക്കണം, എന്നാലാണ് ഒരു ഭംഗി ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ സിൽക്ക് ത്രെഡ്, അതുപോലെ തന്നെ കുറച്ച് ഷൈനിങ് ഉള്ള ത്രെഡ് കൊണ്ടൊക്കെ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ സൂപ്പറായിരിക്കും. ഈ ഒരു ടൈപ്പ് റോസ് ഫ്ലവർ ഒരു 3D എഫക്റ്റ് കിട്ടും. ഇത് ഹാൻഡ് കർച്ചീഫ്, ദുപ്പട്ട അങ്ങനെയുള്ള ബോർഡർ ഡിസൈനിലൊക്കെ ചെയ്യുമ്പോൾ വളരെ മനോഹരമായിട്ട് തന്നെ നമുക്ക് കിട്ടും. അങ്ങനെ ആ പർപ്പിൾ കളറുള്ള റോസ് ഫ്ലവർ ഇവർ കംപ്ലീറ്റായി വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 2 സൈഡിലുമുള്ള ആ ഒരു സർക്കിളില്ലേ, 2 സർക്കിൾ, അതിൻ്റെ ഉള്ളിൽ റോസ് കളർ ത്രെഡ് വെച്ചിട്ടാണ് വൂവൻ റോസ് ചെയ്തെടുക്കുന്നത്. നമുക്കിവിടെ ഫ്ലവേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റെമ്മും ലീവ്സും ആണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ആദ്യം തന്നെ സ്റ്റെമ്മാണ് ചെയ്ത് കൊടുക്കുന്നത്. സ്റ്റെമ്മിനിവിടെ ബാക്ക് സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. അങ്ങനെ സ്റ്റെമ്മ് കംപ്ലീറ്റായി. ഇനി നമുക്ക് ലീവ്സ് ചെയ്തെടുക്കാം. ലീവ്സിനും ആ ഒരു കളർ ത്രെഡ് തന്നെയാണ് എടുക്കുന്നത്. ഇവിടെ ലീവ്സ് ചെയ്യുന്നത് ഫ്ലൈ സ്റ്റിച്ച് ലീഫാണ് ചെയ്യുന്നത്. ഫ്ലൈ സ്റ്റിച്ച് അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യുമ്പോഴാണ് ആ ലീഫിന് ഒരു ഫിനിഷ് കിട്ടുക. ഇതിന് ക്ലോസ്ഡ് ഫ്ലൈ സ്റ്റിച്ച് എന്ന് പറയും. അങ്ങനെ ഈ ലീഫ് സ്റ്റെമ്മിൽ മുട്ടുന്ന വരെ ചെയ്ത് കൊടുക്കുക. അങ്ങനെ 2 ലീവ്സ് ഒഴിച്ച് ബാക്കി എല്ലാ ലീവ്സും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ആ ഒഴിച്ച് വിട്ട ആ 2 ലീവ്സിന് ആദ്യം ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലുള്ള ഒരു ത്രെഡ് കാണിച്ചില്ലേ, അത് വെച്ചിട്ടാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ഫിഷ് ബോൺ സ്റ്റിച്ച് കൊണ്ടുള്ള ലീവ്സാണ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ എല്ലാം കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ. കൂടാതെ ബേസിക് ഹാൻഡ് എംബ്രോയ്ഡറി സ്റ്റിച്ചിൻ്റെ ഒരു ട്യൂട്ടോറിയൽ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.